മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി തുറവൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഗുണ്ടായിസവും അസഭ്യവർഷവും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ MP മാർട്ടിനാണ് ആശുപത്രി അങ്കണത്തിൽ അഴിഞ്ഞാടിയത്. ഈ സംഭവത്തിൽ പ്രതിയായി ആശുപത്രി ഇരിക്കുന്ന വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള MP മാർട്ടിന്റെ പേരിലാണ് കേസ് പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ആ പോലീസ് ശക്തമായി ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ശക്തമായി പോലീസ് ഇതിൽ കേസെടുക്കണം. ഈ നാട്ടുകാരെ സംബന്ധിച്ച് പാവങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ചികിത്സ നടത്തി കൊണ്ടുപോകേണ്ടത് അനിവാര്യ ഘടകമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പഞ്ചായത്തിന്റെ സ്ഥിരം പരിപാടികൾ ആശുപത്രിയിൽ കൊണ്ടുവയ്ക്കുക ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ വാർഡിന്റെ 14ാം വാർഡിന്റെ ഗ്രാമസഭ പോലും ഈ ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വച്ചുകൊണ്ട് തർക്കങ്ങളുണ്ടാക്കി ജനങ്ങളെ രോഗികൾക്ക് ആശുപത്രിയിൽ വരാൻ ആവശ്യമായ അവസരം ഒരുക്കാതിരിക്കാനുള്ള സമീപനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, പോലീസ് ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രതിക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി തെരുവ് ഗുണ്ടയായി അധപ്പതിച്ചപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവർ ഭയന്നു വിറച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ആശുപത്രി ഹാളിൽ പകർച്ചവ്യാധി വാരാന്ത്യ റിവ്യൂ മീറ്റിംഗും ട്രെയിനിങ്ങിനായുള്ള യോഗവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ ഹാളിൽ ഗ്രാമപഞ്ചായത്തിന്റെ യോഗം നടത്തണമെന്നാവശ്യപ്പെട്ട് എത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മാർട്ടിൻ അസഭ്യം പറയുകയും സ്ക്രീനിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഉപകരണങ്ങളുടെ കേബിളുകളും മറ്റും ഊരിയെറിയുകയും ചെയ്തതായാണ് പരാതി. ഹാളിന് പുറത്തും ആശുപത്രി മെഡിക്കൽ ഓഫീസർക്കും ജീവനക്കാർക്കും നേരെ അസഭ്യവർഷം തുടർന്നു. ആശുപത്രിയിൽ ഈ സമയം രോഗികളുടെ വലിയ തിരക്കുമുണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പറുടെ അതിരുവിട്ട പെരുമാറ്റം ചികിത്സയ്ക്കായി എത്തിയവരിലും അമ്പരപ്പ് ഉളവാക്കി. ഒരു ജനപ്രതിനിധിക്കും ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു MP മാർട്ടിന്റേതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം MS ശ്രീകാന്ത് പറഞ്ഞു. തികച്ചും ദൗർഭാഗ്യകരമായ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. വളരെ നിസ്സാരമായി തീർക്കേണ്ട ഒരു വിഷയം ഈ രീതിയിൽ വളർത്തിയത് പ്രധാന പങ്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മാർട്ടിന് തന്നെയാണ്. ഒരു സ്ഥാപനത്തിൽ, ഏത് സ്ഥാപനമാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ വന്ന സ്ഥാപന മേധാവി അടക്കം അവിടുത്തെ ജീവനക്കാരെ അടക്കം വളരെ മോശം രീതിയിൽ അവരോട് അസഭ്യവർഷം നടത്തുകയും കയ്യേറ്റത്തിന്റെ വക്കോളം എത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർട്ടിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ജനപ്രതിനിധി മാത്രമല്ല ഏത് സാധാരണക്കാരനാണെങ്കിൽ പോലും ചെയ്തുകൂടാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിനൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. കാരണം ഇത് കഴിഞ്ഞ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങളൊക്കെ ഈ MLA-മാരും MP മാരും അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇതിനകത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന വോയിസൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ജനപ്രതിനിധികൾ ഇവരെ വിളിക്കുകയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റ് ആശാവർക്കർമാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു പഞ്ചായത്താണ് തുറവൂർ പഞ്ചായത്ത്. പക്ഷെ ആ ഭീഷണിക്ക് വഴങ്ങാതെ സർക്കാരിൻ്റെ പരിപാടി ആയതുകൊണ്ട് അവിടെ യോഗങ്ങൾ കൂടാനും തഹസിൽദാർ അടക്കമുള്ള ആൾക്കാർ വന്ന് പങ്കെടുത്ത യോഗങ്ങൾ നടക്കാനും ഒക്കെ അവിടെ സഹായിച്ചത്, അവിടെ നടത്താൻ മുന്നിട്ട് നിന്നത് ഡോക്ടറായിരുന്നു, അനിത ഡോക്ടറാണ്. അതിൻ്റെ ഒരു
ദേഷ്യം എന്നുള്ള നിലയ്ക്കായിരിക്കാം ഇത്തരത്തിൽ വളരെ നിസ്സാരമായി തീർക്കേണ്ട ഒരു വിഷയം ഇത്തരത്തിലാക്കി മാറ്റിയതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു പരിപാടിയായി ആണ് ഇത് ചെയ്തത്. LDF ഇതിനോട് ഒരിക്കലും സഹകരിക്കാനുള്ള LDFന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് കേസ് അഡ്വക്കേറ്റ് ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിന് ശേഷം ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ വളരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇത് എടുത്തിരിക്കുന്ന കേസ് വളരെ നിസ്സാരമായ ജാമ്യം ലഭിക്കാവുന്ന ഒരു കേസാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതും കൂടി അധികാരികൾ അത് ശക്തമായി ഇടപെട്ട് പോകണം എന്നൊരു അഭ്യർത്ഥന കൂടി LDFന്റെ ഭാഗത്തുനിന്ന് നടത്തുകയാണ്. ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത ആർ കൃഷ്ണയുടെ പരാതി പ്രകാരം MP മാർട്ടിനെതിരെ അങ്കമാലി പോലീസ് കേസെടുത്തു. സ്ത്രീകൾക്ക് നേരെയുള്ള മോശം പെരുമാറ്റത്തിന് IPC 353 പ്രകാരവും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് IPC 509 പ്രകാരവുമാണ് കേസ്. അതേസമയം ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയിട്ടും ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഡോക്ടറെയും ജീവനക്കാരെയും അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ആരോഗ്യ വിഭാഗത്തിന്റെ മീറ്റിംഗ് അലങ്കോലമാക്കുകയും ചെയ്ത പഞ്ചായത്ത് അംഗത്തിന്റെ ഗുണ്ടായിസത്തിൽ പ്രതിഷേധിച്ച് NGO യൂണിയൻ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂണിയൻ ആലുവ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CP സന്ദീപ്, KK സുരേഷ്, ജിനോ K ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില സംഭവങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഓരോ മാസങ്ങളിലും നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്ലി കോൺഫറൻസുകൾ, ആ കോൺഫറൻസുകളുടെ ഭാഗമായിട്ട് നടക്കുന്ന മീറ്റിങ്ങുകൾ, ആ മീറ്റിങ്ങുകളിൽ നടക്കുന്ന അവലോകനങ്ങൾ, ഇവയെല്ലാമാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റേതായിട്ടുള്ള സുരക്ഷയും മറ്റുമെല്ലാം നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിലേക്ക് എത്താവുന്ന രീതിയിലേക്ക് എത്തുന്നത്. അത്തരം ഒരു മീറ്റിംഗ് നടത്തുന്നതിന് ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ആരോഗ്യ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ട്രെയിനിങ്ങുകളായിക്കോട്ടെ, മറ്റുള്ള കുത്തിവയ്പായിക്കോട്ടെ, മറ്റുള്ള എന്ത് കാര്യങ്ങൾ നടത്തുന്നതിനും ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്ത് തലത്ത് ആയിട്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പണി നൽകിയിട്ടുള്ള ആ കോൺഫറൻസുകളിൽ നമ്മുടെ വകുപ്പിന്റെ മാസാമാസത്തിലുള്ള കോൺഫറൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കമാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പണിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു കോൺഫറൻസ് ഹാൾ എന്നുള്ളത് ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കാണ് പ്രഥമമായിട്ട് നമ്മൾ മുൻഗണന കൊടുത്ത് അവിടെ നമ്മളത് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം ആ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട് എന്ന് കരുതി തൊട്ടടുത്തുള്ള ആ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഈ ഒരു കോൺഫറൻസ് ഹാളിനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുക എന്നുള്ള മെമ്പറുടെ ഒരു ഉചിതമായ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവിടെ വെച്ച് തികച്ചും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ഒരു മീറ്റിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൃത്യമായി ഉച്ചതിരിഞ്ഞ് ആ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട് എന്നും ആ മീറ്റിംഗ് നടത്തുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ആ ഹാൾ നമുക്ക് അനുവദിച്ച് നൽകേണ്ടതാണ് എന്ന് നമ്മുടെ ആ പരിപാടി നടത്തുന്ന ആൾക്കാരോട് അറിയിച്ചതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട 1 മണിക്കൂർ സമയം കൂടി നൽകിയതിനു ശേഷം അവർ ആ ഹോൾ വിട്ടു പോകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ആരോഗ്യാലയത്തിലെ പ്രധാനപ്പെട്ട ഡോക്ടർ ആ കാര്യം സമ്മതിക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ ജീവനക്കാരെ എല്ലാം വിളിച്ച് ആ മാസാമാസത്തിലുള്ള ആ കോൺഫറൻസ് ചേരാൻ തുടങ്ങിയ സമയത്താണ് തികച്ചും വ്യക്തിപരമായി അയാളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും രാഷ്ട്രീയം, പക്ഷേ ഒരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ നാടിന്റെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമാകുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാസാമാസമുള്ള ആ ഒരു കോൺഫറൻസ് നടക്കേണ്ടതിന്റെ ഗൗരവം പോലും മനസ്സിലാക്കാതെ തികച്ചും ഒരു രാഷ്ട്രീയ വൈര്യ നിര്യാതന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ കോൺഫറൻസിനെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് ആ മീറ്റിംഗ് നടത്തുന്ന നമ്മുടെ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടെ അസഭ്യം പറയും, ആ ജീവനക്കാരെ മുഴുവൻ അസഭ്യം പറയുന്ന രീതിയിലേക്ക് ഒരു വാർഡ് മെമ്പർ അധപ്പതിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലൂടെ ഉണ്ടായത്. സംഘടിത പ്രസ്ഥാനമായിട്ടുള്ള NGO യൂണിയൻ എന്നുള്ള രീതിയിലും ആ NGO യൂണിയന്റെ പ്രവർത്തനമായിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലും അതിലുപരി എല്ലാ ജീവനക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലും അത് നമ്മൾ അവസരോചിതമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ആവശ്യത്തെ മുന്നിൽ നിർത്തിയാണ് ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. MP മാർട്ടിന്റെ ധിക്കാരപരമായ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് LDF. ഇതിനു മുൻപും പല മീറ്റിംഗുകളിലും ആശുപത്രി മെഡിക്കൽ ഓഫീസറെയും ജീവനക്കാരെയും മാർട്ടിൻ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും CPM തുറവൂർ ലോക്കൽ സെക്രട്ടറി KP രാജൻ അറിയിച്ചു. തുറവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും ഡോക്ടറെയും മറ്റ് സ്റ്റാഫിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും
തുറവൂർ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. തുറവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ രോഗികളുടെയും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഒരു പ്രവർത്തനവും നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിയെ അംഗീകരിക്കുന്നില്ല, നടപ്പിലാക്കുന്നതിനെ എതിർത്തുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ തൊട്ടടുത്ത ദിവസം ആശുപത്രിയുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സ്റ്റാഫിൻ്റെ മീറ്റിംഗ് നടത്താൻ വേണ്ടി കൂടിയ യോഗത്തിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ കടന്നു ചെല്ലുകയും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന അത് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വയറെല്ലാം വലിച്ചൂരിക്കളഞ്ഞുകൊണ്ട് ഡോക്ടറെ ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും മീറ്റിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറും മറ്റ് സ്റ്റാഫുകളെല്ലാം ഗവൺമെൻറ് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പരാതി നൽകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് ആശുപത്രിയെ ഇതുപോലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് നാട്ടുകാർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാളെ ഈ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥിതികൾ തുടരുകയാണെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ സമരവുമായി രംഗത്ത് വരേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.